കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പൊ നേരെ നമുക്ക് കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ രേവതിയും സച്ചിയും കൂടി മുട്ടൻ സ്റ്റണ്ട് നടക്കുകയാണ്. അപ്പൊ ഒച്ചപ്പാടൊക്കെ കേട്ടുകൊണ്ട് രവിയും അതുപോലെ ചന്ദ്രമതിയും കൂടി റൂമിന് വെളിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ മകനാണെങ്കിൽ പൊട്ടി തെറിക്കുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ രവിക്ക് വലിയ വിഷമമൊക്കെ ആയി കേട്ടോ. ചന്ദ്രയാണെങ്കിലോ ഈ തല്ലുപിടുത്തമൊക്കെ നല്ല രീതിയിൽ അങ്ങ് ആസ്വദിക്കുകയാണ്. അങ്ങനെ സച്ചിക്ക് ഒരു കോള് വന്നതും സച്ചിയാണെങ്കിലോ രേവതിയോട് ഒരു അക്ഷരം പോലും മിണ്ടാതെ അവിടുന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ സച്ചി പോയ പിന്നാലെ തന്നെ രേവതിയുടെ അടുത്തേക്ക് രവി ചെല്ലുക. എന്താ മോളെ പ്രശ്നം? അച്ഛൻ ഒന്നും പറയണ്ട, ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ, എല്ലാം എൻ്റെ തലവിധിയാണ്, ഞാൻ അനുഭവിക്കേണ്ടത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ സ്വയം പഴിക്കുന്ന സമയത്ത് ചന്ദ്രയാണെങ്കിലോ ഇപ്പൊ നിനക്ക് മനസ്സിലായോ, ചേരുംപടിയേ ചേരുള്ളൂ, എന്തായാലും നിനക്ക് പറ്റിയ ചെറുക്കൻ തന്നെയാണ് നിന്റെ കെട്ടിയോൻ. സച്ചിയെ കുറിച്ച് ഇത്രയും മോശമായ രീതിയിൽ ചന്ദ്രമതി സംസാരിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മ ഒരു കാര്യം ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ആ ചെറുക്കൻ എന്ന് പറഞ്ഞത് അത് അമ്മയുടെ മോൻ തന്നെയാണ്. അപ്പം മക്കളെ രണ്ട് രീതിയിൽ കാണുന്നത് ഒരിക്കലും ശരിയല്ല എന്നും പറഞ്ഞ് അവൾ അവിടുന്ന് ദേഷ്യപ്പെട്ട് പോവുക. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ സച്ചി ആണെങ്കിൽ ഒരു ഓട്ടം വന്നതാണ്, പുള്ളിക്കാരൻ ഓട്ടത്തിന്റെ പിന്നാലെ പോവുക. അപ്പൊ ഈ നമ്മുടെ രേവതി ആണെങ്കിൽ ഒരുപാട് കാത്തിരുന്നു, ആളെ കാണുന്നില്ല, പിന്നെ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗ് ആയപ്പോഴത്തേക്കിനും അച്ഛനാണെങ്കിൽ റൂമിലേക്ക് വരികയാണ്. മോളെ സച്ചി എന്തേ, സച്ചി ഒന്ന് വിളിച്ചേന്ന് പറയാ. ഇത്രയും നേരമായിട്ട് അവൻ ഉറക്കം എഴുന്നേറ്റില്ലെന്ന് ചോദിക്കുമ്പം അതിനച്ഛ സച്ചി ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്താ സച്ചി വന്നിട്ടില്ലെന്നോ? നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? വന്നില്ലെങ്കിൽ നിനക്ക് അവന് ഫോൺ ചെയ്യായിരുന്നില്ലേ എന്ന് ചോദിക്കുക. ഞാൻ വിളിച്ചായിരുന്നു, വിളിച്ചിട്ട് പുള്ളിക്കാരൻ ഫോൺ എടുത്തില്ല എന്നുള്ള കാര്യം പറയുക. ഒരു കാര്യം ചെയ്യാം, അച്ഛനൊന്ന് നടക്കാൻ പോയിട്ട് വരട്ടെ, വന്നതിന് ശേഷം സച്ചി അച്ഛൻ ഫോൺ ചെയ്തോളാം. പിന്നെ അവൻ വന്നു കഴിഞ്ഞാൽ മോൾ ഒരു കാരണവശാലും അവനുമായിട്ട് ഉടക്കുണ്ടാക്കാൻ നിൽക്കണ്ട, അച്ഛൻ അവനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കോളാം. എന്തായാലും അവൻ മാലയൊന്നും പണയം വെച്ച് കുടിക്കുകയൊന്നും ഇല്ല, ആ വിശ്വാസം എനിക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അച്ഛനാണെങ്കിൽ അവിടുന്ന് യാത്ര പറയുകയാണ്. അപ്പം പുള്ളിക്കാരൻ നടക്കാനുള്ള സെറ്റപ്പിൽ വെളിയിലേക്ക് ഇറങ്ങുമ്പം ദാ കിടക്കുന്നു നമ്മുടെ സച്ചിയുടെ വണ്ടി. അപ്പം വണ്ടിക്കകത്ത് കിടന്ന ആശ നല്ല ഉറക്കാട്ടോ. പെട്ടെന്ന് തന്നെ അച്ഛൻ പോയിട്ട് ഡാ സച്ചി വാതിൽ ഉറക്കെന്നും പറഞ്ഞിട്ട് ആ ഒരു ഡോറിൽ പിടിച്ചിങ്ങ് വലിക്കുക. അപ്പോഴത്തേക്കിനും സച്ചി ഹായ് അച്ഛാ, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് വരികയാണ്. എടാ നിന്നോട് ആരാ പറഞ്ഞ് ഈ വണ്ടിയിൽ കിടന്നുറങ്ങാനായിട്ട്? നിനക്ക് അകത്ത് വന്ന് കിടന്നുറങ്ങിയാൽ പോരെ, നീ എന്തിനിങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നതെന്ന് ചോദിച്ച് അച്ഛൻ സച്ചിയെ ശകാരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും സച്ചി പറയുന്നുണ്ട്, ഇന്നലെ അവള് കാണിച്ചു കൂട്ടിയതൊന്നും അച്ഛൻ കണ്ടില്ലല്ലോ, എന്തൊക്കെ പുകിലായിരുന്നു. എടാ മോനെ, അവളുടെ വീട്ടിൽ നിന്ന് തന്ന മാലയല്ലേ എൻ്റെ അച്ഛ, ആ മാല സംഭവം ശരിയാണ്, പക്ഷേ സ്വർണമെന്ന് പറഞ്ഞാൽ ആവശ്യം വരുന്ന സമയത്ത് പണം വെച്ച് കാര്യം കാണാനുള്ളതല്ലേ, അല്ലാതെ അത് കെട്ടിത്തൂക്കി ഇടുന്നത് കൊണ്ട് എന്താ പ്രയോജനം? പിന്നെ ആ മാല എൻ്റെ കഴുത്തെ കിടന്ന സമയത്ത് പാമ്പ് ചുറ്റി വരിഞ്ഞ പോലെ തന്നെയായിരുന്നു. അവളുടെ അമ്മ സ്നേഹത്തോടു കൂടി തന്നതൊക്കെ തന്നെയാണ്, പക്ഷെ എനിക്ക് ആവശ്യം വന്നു. ഇനിയിപ്പം രാവും പകലും ഓടിയിട്ടാണെങ്കിലും വേണ്ടിയില്ല, അവളുടെ മാല എടുത്തു കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. ഇത്തിരി പോരെ ഉള്ള ഒരു സ്വർണത്തിന് വേണ്ടിയിട്ടാണ് അവൾ ഈ കണ്ട ബഹളമൊക്കെ ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞ് അച്ഛനോട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ രേവതി ഇത് കേട്ടോണ്ട് വരും കേട്ടോ. അതെ, നിങ്ങൾക്ക് വിലയൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ എൻ്റെ മാല കൊണ്ടുപോയി പണയം വെച്ച് കള്ളു കുടിച്ചതാണെന്ന് സത്യം തന്നെയല്ലേ, നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളും കൂടി ചെയ്ത കാര്യം, അതുകൊണ്ട് വലിയ വർത്താനമൊന്നും പറയണ്ടെന്നും പറഞ്ഞ് ഇവളിങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിലോ സച്ചി പറയുന്നുണ്ട്, നൂല് പോലെയുള്ള ഒരു മാല, അത് ഞാൻ പണയം വെച്ചതിനാണ് അവൾ ഈ കണ്ട പുകില് മുഴുവൻ ഉണ്ടാക്കിയെന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ സംസാരിക്കുമ്പോൾ രേവതി പറയാ, നൂല് പോലെ ആണെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് അത്രയും സ്നേഹത്തോടു കൂടി നിങ്ങൾക്ക് ഇട്ടു തന്നതല്ലേ, അതല്ലേ നിങ്ങൾ ഒരക്ഷരം പോലും എന്നോട് പറയാതെ പോയി പണയം വെച്ചത്. അത് പണയം വെച്ചത് മാത്രം പോരാ, എന്നിട്ട് വെള്ളം അടിച്ചിട്ട് വന്നിരിക്കുന്നു, എന്തൊക്കെ അപമാനമാണ് ഞാൻ അന്നത്തെ രാത്രിയിൽ സഹിക്കേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണിപ്പറക്കി പറയുമ്പോഴത്തേക്കിനും ഒച്ച രണ്ടുപേരുടെയും കൂടുകയാണ്. അപ്പോഴത്തേക്കിനും രവി പറയുന്നുണ്ട്, എൻ്റെ പൊന്നോ, നിങ്ങൾക്ക് വഴക്കൂടാനാണെങ്കിൽ റൂമിനകത്ത് പോയിട്ട് എന്ത് വേണേലും ആയിക്കോന്നും പറഞ്ഞ് സച്ചിയും അതുപോലെ തന്നെ രേവതിയും വഴക്ക് പറയാണ് രവി. അപ്പം ഇവരാണെങ്കിലോ എന്തെങ്കിലും ആയിക്കോട്ടെ, എടി നിന്റെ മാല ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും പണയം വെച്ചത് എടുത്തു തന്നിരിക്കും, പിന്നെ നീ അധികം വർത്താനമൊന്നും പറയുന്നും വേണ്ട. അതെ, എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ അച്ഛൻ തന്ന പൈസക്കാണല്ലോ നീയും നിന്റെ വീട്ടുകാരും ഒക്കെ ഈ മാലയൊക്കെ അങ്ങ് വാങ്ങിച്ചത്, അതുകൊണ്ട് വലിയ വർത്താനമൊന്നും പറയണ്ടെന്നും പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിലോ രേവതിക്ക് അത് ശരിക്കും അങ്ങ് കൊണ്ടു കേട്ടോ. അവളാണെങ്കിൽ സങ്കടത്തോടു കൂടി റൂമിനകത്തേക്ക് പോവുക. അപ്പോൾ ഈ സമയത്താണെങ്കിൽ സച്ചിയെ ശകാരിക്കുകയാണ് അച്ഛൻ, നീ എന്തൊക്കെ വർത്തമാനാണ് ഈ പറയുന്നത്, നീ എന്താ സത്യത്തിൽ ആ മാല കൊണ്ടുപോയി ചെയ്തതെന്ന് ചോദിക്കുമ്പം അച്ഛ, അത് ഞാൻ വെള്ളം അടിച്ചതൊന്നും അല്ല, എനിക്ക് മറ്റൊരു ആവശ്യം ഉണ്ടായിരുന്നു, ഇനിയിപ്പം ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ട് മാല തിരികെ എടുത്ത് തന്നോളാന്നും
പറഞ്ഞ് അവനും അവിടെ ദേഷ്യത്തോടു കൂടി നിൽക്കുക. അപ്പൊ ഈ സമയത്താണെങ്കിലോ അകത്തോട്ട് കയറി പോകുന്ന നമ്മുടെ രേവതിയെ ചന്ദ്രമതി വാച്ച് ചെയ്യാണ്. പുള്ളിക്കാരി ഇതെല്ലാം അവിടെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരിയുടെ മനസ്സ് നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. എടി, നീ നിന്റെ ഭർത്താവും കൂടി എൻ്റെ മകന് വന്ന നല്ലൊരു കല്യാണാലോചന മുടക്കിയല്ലോ. ആ സമയത്ത് നിനക്ക് നല്ല സന്തോഷമായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? നിനക്ക് ഇത് തന്നെ വരണം. അവനെ മുഴുക്കുടിയനാണ്. അതിപ്പോഴല്ലേ നിനക്ക് മനസ്സിലായത്. ഇനിയല്ല, ഇനി ഇതുക്കും മേലെ നീ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ സംസാരിക്കുക. അപ്പൊ രേവതി ആണെങ്കിലും കരഞ്ഞു കലങ്ങിയ കണ്ണുമൊക്കെ ആയിട്ട് പുള്ളിക്കാരി അങ്ങ് റൂമിലേക്ക് പോവാ. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് ലക്ഷ്മിയമ്മയെയും ദേവുവിനെയും ശരത്തിനെയും ഒക്കെയാണ്. ശരത്താണെങ്കിലോ കോളേജിൽ പോകാനുള്ള പുറപ്പാടില്ല. അപ്പൊ പുള്ളിക്കാരൻ, അമ്മ ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിരിക്കുന്നത്, എനിക്ക് വിശന്നിട്ട് വയ്യാന്നും പറഞ്ഞ് ലക്ഷ്മിയമ്മയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുമ്പം, എടാ ചെക്ക, ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. അയ്യേ, ഉപ്പുമാവോ? എനിക്ക് ഉപ്പുമാവൊന്നും വേണ്ടാന്നും പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവാൻ തുടങ്ങുക. അപ്പം ദേവു പറയുന്നുണ്ട്, ഡാ, കടയിൽ കൊണ്ടുപോയി കളയേണ്ട കാശല്ലേ, നീ മര്യാദക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. അപ്പം അമ്മ പറയുന്നുണ്ട്, എന്നാ ഒരു കാര്യം ചെയ്യാൻ പോനെ, അമ്മ ഒരു ഓംപ്ലേറ്റും കൂടെ ഉണ്ടാക്കി തരാം, എൻ്റെ മോൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുക, എന്തിനാ വെറുതെ ക്യാൻറ്റീനിലൊക്കെ പോയി മോശം ഫുഡൊക്കെ കഴിക്കുന്നതെന്നും പറഞ്ഞ് ലക്ഷ്മി ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ പോകുമ്പോൾ ദേവു പറയുന്നുണ്ട്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്തായാലും എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ് മക്കള്. പിന്നെ ഇവിടെ മാത്രമുണ്ട്, ദേ ചെക്കനെ നിങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടി പുന്നാരിപ്പിച്ച് വെച്ചോ. ചെറുക്കൻ കണ്ടോ, വീട്ടിലുള്ള സാധനമൊന്നും അല്ല കഴിക്കുന്നത്, അവന് ഡിമാൻഡുകളാണ് എന്നൊക്കെ പറഞ്ഞ് ദേവു ഇങ്ങനെ പറയുമ്പം, എന്താണ് നിന്റെ പ്രശ്നമെന്ന് ചോദിക്കുക ലക്ഷ്മി. അമ്മക്കത് മനസ്സിലായില്ലേ? അമ്മ ഒരു കാര്യം ചെയ്യ്, എനിക്ക് ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്ന കൂടെ അവൾക്ക് കൂടി ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കി കൊടുക്ക്, അപ്പൊ അവളുടെ പ്രശ്നം തീരുമെന്നും പറഞ്ഞ് ശരത്ത് കളിയാക്കുക. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനുമാണ് രേവതി വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പൊ മോളെ കണ്ട പാടെ തന്നെ, മോളെ രേവു, എന്തുണ്ട് വിശേഷം, നീ എന്താ തനിയാണോ വന്നതെന്ന് ചോദിച്ച് ലക്ഷ്മിയാണെങ്കിലും രേവതിയുടെ വിശേഷങ്ങളൊക്കെ തിരക്കുക. ഞാൻ തനിയെ തന്നെയാണ്, ഇനി അങ്ങോട്ട് തനിച്ചു തന്നെ ആയിരിക്കും എന്നുള്ള കാര്യമൊക്കെ ഇവളിങ്ങനെ പറയുമ്പം, എന്താ രേവു, എന്താ പ്രശ്നമെന്ന് ചോദിച്ചിട്ട് ലക്ഷ്മി ആണെങ്കിലെ കാര്യങ്ങൾ തിരക്കാണ്. അപ്പോഴത്തേക്കിനും അവള് പറയുന്നുണ്ട്, അമ്മ, നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെയുള്ള ഒരാളൊന്നും അല്ല സച്ചി, അവൻ ഭയങ്കര ഫ്രോഡാണ് എന്നുള്ള കാര്യമൊക്കെ പറയുക. നീ എന്തറിഞ്ഞിട്ടാണ്? ദേ, കല്യാണം കഴിഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നും പറഞ്ഞ് നിങ്ങളിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും ലക്ഷ്മി അമ്മ പറയുന്ന കാര്യങ്ങളൊന്നും രേവതിയുടെ മനസ്സിലേക്ക് കയറുന്നില്ല. അമ്മേ, നിങ്ങൾക്ക് അറിയാവോ, കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു പാർട്ടിക്ക് പോയതും പാർട്ടിയുടെ ഇടയിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളും ഒന്നിടവിടാതെ രേവതി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ആ സമയത്താണെങ്കിലും ലക്ഷ്മി അമ്മ പറഞ്ഞു മനസ്സിലാക്കുക, മോളെ, നീ വിചാരിക്കുന്ന പോലെ അല്ല, ഒരിക്കലും അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അവൻ അത്തരക്കാരനല്ല. പക്ഷെ ഇവളാണെങ്കിലോ പിടിച്ചടുത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കിനും നിന്റെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, നീ പണ്ട് ഇവിടെ നിന്ന സമയത്ത് ഈ സ്വഭാവമൊന്നും അല്ലായിരുന്നല്ലോ. നിന്റെ അച്ഛനാണെങ്കിലും എത്ര പ്രാവശ്യമാണ് നമ്മുടെ സ്വർണ്ണമൊക്കെ വാങ്ങി പണയം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ അത് പണയം വെക്കാനും ഒക്കെ കൂടിയുള്ളതാ. ഒരാവശ്യം വരുമ്പോൾ സ്വർണ്ണം ഉപകരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഇതൊക്കെ വാങ്ങുന്നതെന്നും പറഞ്ഞ് അമ്മ പറയാവുന്നതിന്റെ മാക്സിമം പറഞ്ഞു. അപ്പൊ ശരത്ത് പറയുന്നുണ്ട്, ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും സച്ചിയേട്ടൻ അത്രക്കാരനൊന്നും അല്ല, എനിക്ക് മനസ്സിലായതാണ്. ശരിയാ, നിനക്ക് ടൂറ് പോകാനുള്ള പൈസ തന്നത് കൊണ്ടല്ലേ സച്ചി നല്ലവനാണെന്നൊക്കെ നീ പറയുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ ഇങ്ങോട്ട് ഇതൊന്നും പറയാൻ വരുന്നില്ല എന്നും പറഞ്ഞ് അവള് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവാ. അപ്പം പിന്നെ ലക്ഷ്മിയമ്മയാണെങ്കിൽ നമ്മുടെ രേവതിയുടെ പിന്നാലെ പോവാ, മോളെ പോവല്ലേടി എന്നും പറഞ്ഞ്. പക്ഷെ രേവതി ആണെങ്കിൽ ഇതാ നല്ല ദേഷ്യത്തിലാണ്, ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല, ഇനി ഈ വഴി വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരി പിറുപിറുത്തോണ്ടാ പോകുന്നത്. അപ്പൊ ലക്ഷ്മിയമ്മ വളരെ സങ്കടത്തോടു കൂടി തന്റെ മകള് പോകുന്നത് നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്